യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 10-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം വരെയുള്ള വേദഭാഗങ്ങൾ ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ. നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ വീണ്ടും ജനനാനുഭവത്തിലേക്ക് കൊണ്ടുവന്ന വചനത്തിനായി സ്തോത്രം. ഇതുപര്യന്തം ഞങ്ങളെ നിലനിർത്തിയ അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി അങ്ങയുടെ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനോട് ദൈവാത്മാവ് സംസാരിക്കണേ. അങ്ങയുടെ വചനം പ്രസംഗിക്കുന്ന സകല ഇടത്തും എന്തെല്ലാം സംഭവിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടോ അത് മുഴുവൻ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലെ ഈ രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷകൾക്ക് വിരോധമായി വ്യാപരിക്കുന്ന ഞങ്ങളുടെ ഭൗതിക കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് ആത്മീക ശുശ്രൂഷയ്ക്കെതിരെ പോരാടുന്ന ഏതെങ്കിലും അന്ധകാര ദുഷ്ട വ്യാപാര ശക്തികളുണ്ടെങ്കിൽ, നന്മയ്ക്കെതിരെ വ്യാപരിക്കുന്ന തിന്മയുടെ ശക്തികളെ, വെളിച്ചത്തിനെതിരെ നിൽക്കുന്ന ഇരുളിൻ്റെ അധികാരങ്ങളെ, സത്യത്തിനെതിരെ വാദിക്കുന്ന അസത്യത്തിൻ്റെ വാദഗതികളെ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിൻ്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അമർച്ചയായി ശാസിക്കുന്നു. ദുഷ്ടപിശാചേ, ഇരുളിൻ്റെ വ്യാപാരമേ, ഈ രാത്രി ഇതിനകത്ത് വെളിപ്പെടാനുള്ള ഒരാത്മീക വിടുതലുകളെയും ശുശ്രൂഷകളെയും തടയാൻ നിനക്ക് അനുവാദമില്ല. ഇന്ന് രാത്രി വഴി മാറി പോകുവാൻ ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. കൃപയിൽ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴത്തിന് വിരിച്ചൊരുക്കിയ ഒരു മുറിക്കകത്ത് ഇരിക്കുകയാണ്. അങ്ങനെ കർത്താവ് പെസഹാചരണത്തിന് വേണ്ടി വിരിച്ചൊരുക്കിയ മുറിക്കകത്ത് തൻ്റെ ശിഷ്യന്മാരുമായി ഇരിക്കുമ്പോൾ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മഹത്വത്തിൻ്റെ മേൽവസ്ത്രം ഊരിവെച്ച് അരയിൽ ഒരു തുവർത്തെടുത്ത് ചുറ്റി, എന്നെ ഒന്ന് ശ്രദ്ധിച്ച്, അരയിൽ ഒരു തുവർത്തെടുത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് അരുമ ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന, പാദം കഴുകൽ ശുശ്രൂഷ, കാൽ കഴുകൽ ശുശ്രൂഷ എന്ന് നാം ഓമനപ്പേർ ചൊല്ലി വിളിക്കുന്ന അനുഗ്രഹീതമായൊരു ശുശ്രൂഷയോട് ബന്ധപ്പെട്ട വേദഭാഗങ്ങളാണ് ഇന്ന് രാത്രിയിലെ വിചിന്തനത്തിന് ആധാരമായി നാം വായിച്ചു കേട്ടത്. ഇതൊരു കേവലം പാദം കഴുകൽ ശുശ്രൂഷ എന്നതിനേക്കാൾ കർത്താവ് തൻ്റെ മഹത്തായ ദൗത്യത്തെ വ്യക്തമാക്കുകയാണ്. സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താൻ എന്തിനാണ് ഈ മണ്ണിലേക്ക് വന്നതെന്ന് ഇതിലൂടെ യേശു വ്യക്തമാക്കുകയാണ്. അതിൻ്റെ പ്രധാന ചിന്തയിലേക്ക് ഞാൻ പോകുന്നില്ല. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു തൻ്റെ മഹത്വത്തിൻ്റെ മേൽവസ്ത്രം ഊരിവെച്ച് അരയിലൊരു തുവർത്തെടുത്ത് ചുറ്റിയത് എന്തിനാ? ഇവിടെ ശിഷ്യന്മാർ മാനവവർഗത്തിൻ്റെ പ്രതിനിധികളാണ്. അവരെ കഴുകുന്നതിലൂടെ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താൻ ഈ മണ്ണിലേക്ക് വന്നത് മനുഷ്യനെ കഴുകാനാണെന്ന് യേശു വ്യക്തമാക്കുകയാണ്. അതിനു മുമ്പ് യേശു എടുക്കുന്ന സ്റ്റെപ്പ്, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു മഹത്വത്തിന്റെ മേൽവസ്ത്രം ഊരിവെച്ചു. അതെന്തിന്റെ സൂചനയാ? താന് ഈ മണ്ണിലേക്ക് വരുമ്പോൾ തൻ്റെ ദൈവത്വത്തിന്റെ മഹത്വം വേണ്ടെന്ന് വെച്ചതിന്റെ സൂചനയാണത്. അതാണ് ഫിലിപ്പിയ ലേഖനം 2:5. അവൻ ദൈവരൂപത്തിലിരിക്കെ
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ 2 അരികിലൊരു തുവടുത്തെടുത്ത് ചുറ്റി ദാസനായി മാറിയത് നമ്മെ തേടി നമ്മുടെ കർത്താവ് ഈ മണ്ണിലേക്ക് വരുമ്പോൾ ദാസരൂപമെടുത്തതിന്റെ തെളിവാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ തന്റെ മഹത്തായ ദൗത്യത്തിന്റെ വ്യക്തമാക്കലായ പാദം കഴുകൽ ശുശ്രൂഷ എവിടെ നടക്കുമ്പോൾ എന്റെ പരിമിതമായ ചിന്ത ഞാൻ പറയുന്നു, അതിൻ്റെ അകത്തൊരൽപ്പം മനസ്സാക്ഷിയുള്ളയാള് പത്രോസാണ്. എല്ലാവരും ഇങ്ങനെ കാല് നീട്ടി വെച്ചു കൊടുത്തു. കഴുകി പത്രോസിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആശ്ചര്യ പരതന്ത്രനായി പത്രോസ് പറയുന്നു, കർത്താവേ, അങ്ങനെ കഴുകുന്നുവോ? ഒരു നാളും ഞാൻ അതിന് അനുവദിക്കുകയല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ അനേകം യജമാനന്മാരുടെ കാലുകൾ ദാസന്മാര് കഴുകുന്നത് പത്രോസ് കണ്ടിട്ടുണ്ട്. അനേകം ഗുരുക്കന്മാരുടെ കാലുകൾ ശിഷ്യന്മാര് കഴുകുന്നത് പത്രോസ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇതാ എല്ലാവരുടെയും യജമാനൻ, സകലരുടെയും ഗുരുനാഥൻ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു, ദാസന്മാരുടെ കാല് കഴുകുന്നു. അതിനോട് മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാതെ പത്രോസ് പറയുന്നു, കർത്താവേ, അങ്ങനെ കഴുകുന്നുവോ? ഒരു കാലത്തും ഞാൻ അതിന് അനുവദിക്കുകയല്ല. അതിന് യേശു പറയുന്ന 2 മറുപടികളാ ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രമേയം. യേശു കർത്താവ് പത്രോസിനോട് പറയുന്ന 1ാമത്തെ മറുപടി, പത്രോസേ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല. ആദ്യത്തെ നമ്മുടെ ചിന്ത ഇതാ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ തെളിവെന്താ? ഭക്തിയുടെ അളവുകോലെന്താ? ആത്മീകതയുടെ മാനദണ്ഡമെന്താ? ഭക്തിയുടെ അളവുകോൽ, ആത്മീകതയുടെ മാനദണ്ഡം ഒരിക്കലും ഭൗതികമല്ല, ഭൗതിക ഏറ്റക്കുറച്ചിലല്ല. ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവ്, ഭക്തിയുടെ അളവുകോൽ, ആത്മീകതയുടെ മാനദണ്ഡം, അതിനപ്പുറത്ത് യേശുവിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണെന്ന് ഇന്ന് രാത്രി ഞാൻ ഉറക്ക വിളിച്ചു പറയുമ്പം ആധാരം തുറന്നു സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാം. 1-2 തെളിവുകൾ വേദപുസ്തകത്തിൽ നിന്ന് ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ തരാം. ശ്രദ്ധിക്കുക, പത്രോസിന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് തന്നെ ഞാനത് തെളിയിച്ചു തരാം. ആത്മീകതയുടെ മാനദണ്ഡം, ഭക്തിയുടെ അളവുകോൽ ഭൗമികമല്ലെന്ന്. പത്രോസിന് ഒരു രാത്രി മുഴുവൻ കടലിൽ അധ്വാനിച്ചിട്ടും ഒരു മീൻ പോലും കിട്ടാഞ്ഞ ഒരു പരാജയത്തിന്റെ രാത്രി ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ തമ്പുരാൻ ഉണ്ടാക്കി കൊടുത്തെന്ന് പറയുന്നത് ശരി. അല്പം കൂടെ ഞാൻ വ്യക്തമാക്കാം. ആ ഗലീല കടലിൽ മീനില്ലാഞ്ഞിട്ടല്ലോ, ധാരാളം മീനുകളുണ്ട്. അതുകൊണ്ടാണല്ലോ പിറ്റേ പ്രഭാതത്തിൽ പടകിന്റെ വലത്തുഭാഗത്ത് വല വീശാൻ പറഞ്ഞപ്പോ പത്രോസിന്റെ പടക് നിറയെ, വല നിറയെ മീൻ വന്ന് കയറിയത്. ഇപ്പൊ മീനില്ലാഞ്ഞിട്ടല്ല, 10,000 മീനുകൾ ആ ഗലീല കടലിലുണ്ട്. പക്ഷെ ഒരൊറ്റ മീൻ പോലും അവന്റെ വലക്കകത്ത് കയറാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാത്രി എഴുതി വെച്ചോ, അവിചാരിതമായി പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും പരാജയത്തിന്റെ നടുവിൽ ദൈവമേ എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി ആരെങ്കിലും ഇതിനകത്ത് വേദനയോടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് താങ്കളുടെ തലയിൽ കൈവച്ച് ആലോചന കൈമാറുന്നു. അവിചാരിതമായി, അപ്രതീക്ഷിതമായി നീ നേരിട്ട ചില പരാജയത്തിന്റെ പിൻപിൽ, ചില വേദനകളുടെ പിൻപിൽ, ചില തിക്താനുഭവങ്ങളുടെ പിൻപിൽ, ഒറ്റപ്പെടുത്തപ്പെടലുകളുടെ പിൻപിൽ തിന്മയ്ക്കല്ല നന്മയ്ക്ക് എന്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ എന്റെ ദൈവത്തിന് തെളിയിച്ചു തരാൻ ഈ രാത്രി പദ്ധതി ഉണ്ടെന്ന് ആത്മാവാലോചന കൈമാറുമ്പോ ആധാരം തുറന്ന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ കൃപ ലഭിച്ച എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പോരാ, കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. പത്രോസ് പ്രതീക്ഷിക്കാത്ത, ചിന്തിക്കാത്ത ഒരു കനത്ത പരാജയം ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ
തമ്പുരാൻ ഉണ്ടാക്കി കൊടുത്തെന്ന് പറയുന്നതാ ശരി. പിന്നീട് അതെന്തിനാന്ന് ഞാൻ വിശദീകരിക്കാം. ആ പരാജയത്തിന്റെ രാത്രി കഴിഞ്ഞ് പത്രോസ് തലകുനിച്ച് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവപുത്രന്റെ കാലടികൾ പത്രോസിനെ ലക്ഷ്യമാക്കി നടന്നടുത്തു വരിക. ആ തടാകത്തിന്റെ കരയിൽ യേശു നിൽക്കുന്നു. പുരുഷാരം ദൈവവചനം കേൾക്കാൻ കർത്താവിനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 പടകുകൾ അവിടെ ഉണ്ട്. അതിൽ ശീമോന്റെ പടകിൽ യേശു കയറി. എന്നിട്ട് ശീമോനോട് പറയുന്നു, ശീമോനെ പത്രോസേ, നിന്റെ പടകി കരയിൽ നിന്ന് അല്പമൊന്ന് നീക്കിത്തരാമോ? സന്തോഷത്തോടെ ആ പടക് നീക്കിക്കൊടുത്തു. പടകിൽ ഇരുന്നു കൊണ്ട് പുരുഷാരത്തോട് യേശു മണിക്കൂറുകൾ സുവിശേഷം പ്രസംഗിച്ചു. അവസാനം പത്രോസിനോട് പറയുക, പത്രോസേ, നിന്റെ പടകിന്റെ വലത്തുഭാഗത്ത് ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക. അതിന് പത്രോസ് പറയുന്ന മറുപടി, നാഥ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, എന്നാൽ ഒരു മീൻ പോലും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. കർത്താവിന്റെ വാക്കു വിശ്വസിച്ച് പത്രോസ് വലയിറക്കി. അവന്റെ വല നിറയെ, എന്നെ തുള്ളിച്ചാടിച്ചൊരു പദമുണ്ട്, അവന്റെ വല കീറുമാറ് വലക്കകത്ത് മീൻ കയറി. പക്ഷെ വല നിറഞ്ഞില്ല, വല കീറിയില്ല. ഇന്ന് രാത്രി ഒരു കാര്യം അറിഞ്ഞോണം. കഴിഞ്ഞ രാത്രി പത്രോസ് എവിടെ പരാജയപ്പെട്ടോ? ഞാനൊരു പരാജയമാണെന്ന് പത്രോസ് എവിടെ ചിന്തിച്ചോ? പത്രോസ് ഒരു പരാജയമാണെന്ന് മറ്റുള്ളവർ പത്രോസിന് നേരെ എവിടെ വീരൽ ചൂണ്ടിയോ? എന്റെ ദൈവമേ, ഈ പ്രതിസന്ധി എനിക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ് കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഓരോ പ്രാവശ്യവും വലയെറിഞ്ഞ് ഒരൊറ്റ മീൻ പോലും കിട്ടാതെ ആ വലയെ നോക്കി, ശൂന്യമായ വലയെ നോക്കി പത്രോസ് ഒത്തിരി കരഞ്ഞതാ. അവന്റെ കണ്ണുനീര് ആ പടകിനകത്ത് വീണതാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവൻ പരാജയപ്പെട്ടെന്ന് അവൻ ചിന്തിച്ചയിടത്ത്, അവൻ പരാജയപ്പെട്ടെന്ന് മറ്റുള്ളവർ വിധി എഴുതിയെടുത്ത്, അവന്റെ വേദനയുടെ കണ്ണുനീര് വീണ ഇടത്ത് അവന്റെ പടക് നിറയെ, അവന്റെ വല നിറയെ എന്റെ തമ്പുരാൻ പെരുത്ത മീൻകൂട്ടം കൊടുത്ത് അവന്റെ മുഖത്തെ ആദരിച്ചെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, നീ നിരാശപ്പെടണ്ട, നീ വേദനപ്പെടണ്ട, നീ ടെൻഷൻ അനുഭവിക്കണ്ട. തകർന്നെന്ന് ചിന്തിച്ചെടുത്ത്, ഇല്ലാതെ പോയെന്ന് ചിന്തിച്ചെടുത്ത്, ഇനിയൊരു മടങ്ങി വരവില്ലെന്ന് ശത്രു മനുഷ്യർ നിന്നെ നോക്കി വിധി പറഞ്ഞ ഇടത്ത്, നിന്റെ സ്വപ്നത്തിൽ പോലും നീ ചിന്തിക്കാത്ത ചില ദൈവ പദ്ധതികൾ ദൈവാത്മാവ് അയക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ചിലരോട് ആലോചന കൈമാറുമ്പോ അധരം തുറന്നു സ്തോത്രം പറയാൻ അകത്തും നിയോഗമുള്ളവരുണ്ടെങ്കിൽ ആ കരമടിച്ച് അധരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാ. എല്ലാ കരങ്ങളും അടിക്കട്ടെ, എല്ലാ അധരങ്ങളും ചലിക്കട്ടെ. കരമടിച്ച് അധരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക. ഒരു ദൂത് ദൈവാത്മാവനോട് പറഞ്ഞ് ഞാൻ പറയാ, പത്രോസിന്റെ വല കീറുമാറ് പെരുത്ത മീൻകൂട്ടം. പത്രോസിന്റെ പടക് മാത്രമല്ല നിറഞ്ഞത്, ആ പടക് മാത്രമല്ല, മറ്റേ പടകിലുള്ളവരെ കൂടെ മാടി വിളിച്ച് 2 പടകും നിറയുവോളം ഒരൊറ്റ വലക്കകത്ത് തമ്പുരാൻ പെരുത്ത മീൻകൂട്ടം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി എഴുതി വെച്ചോ, ഇന്നലകളുടെ നിന്റെ വേദനകൾ, ഇന്നലകളുടെ നിന്റെ ശോധനകൾ, ഇന്നലകളുടെ നിന്റെ കണ്ണുനീര്, അതിനാനുപാതികമായി തമ്പുരാന്റെ വിശ്വസ്തതയുടെ കരം നിനക്ക് വേണ്ടി നീട്ടപ്പെടുമ്പോൾ ഉണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിനക്കും മറ്റുള്ളവർക്കും അത്ഭുതം തോന്നുമാറ് ചില ദൈവപ്രവൃത്തി ചെയ്യാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് രാത്രി KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് ആലോചന കൈമാറുമ്പോ അതരം തുറന്നു തുള്ളിച്ചാടി ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രക്തം ജയം, രക്തം ജയം. ദൈവാത്മാവ് ഒരു വാക്യം എന്നോട് പറയുന്നു, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും
ഞങ്ങൾ പീഡനം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഇന്നലകളിൽ നീ അനുഭവിച്ച വേദനകൾക്ക്, നീ കൊടുക്കേണ്ടി വന്ന വിലകൾക്ക്, നീ അനുഭവിക്കേണ്ടി വന്ന തിക്താനുഭവങ്ങൾക്ക്, ഒറ്റപ്പെടുത്തലുകൾക്ക് ആനുപാതികമായി ഒരു ദൈവിക നീതിയുടെ പദ്ധതി നിന്റെ മിനിസ്ട്രിയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ സഭയുടെ മേൽ എന്റെ ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് ആലോചന കൈമാറുമ്പോൾ എന്റെ ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ ഈ രാത്രി അതരത്തിൽ നിയോഗമുള്ള എത്ര പേര് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. ആ പരാജയത്തിന്റെ രാത്രി അവന്റെ വേദനയുടെ കണ്ണുനീർ എവിടെ വീണോ അവിടെ തന്നെ സന്തോഷം കൊണ്ട് അറിയാതെ അവന്റെ കണ്ണു നനഞ്ഞ് കണ്ണുനീര് വീഴത്തക്ക നിലയിൽ ദൈവ സാഹചര്യത്തെ മാറ്റിയെങ്കിൽ, ദൈവം കളത്തെ മാറ്റിയെങ്കിൽ, ഇന്ന് രാത്രി സഹോദര, ഇന്ന് രാത്രി അഭിഷക്ത, ഇന്ന് രാത്രി വിശ്വാസിയെ, ദൈവം നിന്നെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങളിൽ, ദൈവം നിനക്ക് തന്ന ചില നിയോഗങ്ങളിൽ നീ പ്രതീക്ഷിച്ച സമയത്ത് നീ ചിന്തിച്ചതുപോലെ ഒരു റിസൾട്ട് ഇല്ലായ്മ നിമിത്തം മനസ്സ് മടുത്ത് ഇന്ന് രാത്രി ഇനി അത് വേണ്ട എന്ന് പറഞ്ഞ് ഒരു വേലസ്ഥലവും ഉപേക്ഷിക്കേണ്ട, ഒരു കുടുംബത്തെയും ഇന്ന് രാത്രി ഉപേക്ഷിക്കേണ്ട, ഒരു സഭയെയും ഇന്ന് രാത്രി എഴുതി തള്ളണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സെൻട്രൽ കൺവെൻഷനിൽ ഇന്ന് രാത്രി ശക്തമായി ഇടപെടുന്നു. എഴുതി തള്ളുകയല്ല, ചിലതിനെ മടക്കി വരുത്താൻ, അത്ഭുതകരമായി ചിലതിനെ നിറയ്ക്കാൻ, ചിലതിനെ മാറ്റിമറിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേർക്ക് സന്തോഷത്തോടെ ആമേൻ പറയാൻ പറ്റോ? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവന്റെ പടക് നിറയെ അവന്റെയും കൂട്ടാളികളുടെയും പടക് നിറയ്ക്കത്തക്ക നിലയിൽ ഒറ്റ വലക്കകത്ത് മീൻകൂട്ടം മതിയായിരുന്നു. നിന്റെ ശൂന്യതയെ പണിയാൻ, നിന്റെ വേദനയെ പണിയാൻ, ഇന്നത്തെ നിന്റെ തകർച്ചയെ പണിയാൻ, ഇന്നത്തെ നിന്റെ കടഭാരത്തിൽ നിന്ന് നിന്നെ കരകയറ്റാൻ, ഇന്നത്തെ നിന്റെ പ്രതിസന്ധിയെ മാറ്റിമറിക്കാൻ എന്റെ ദൈവത്തെ കൊണ്ട് പറ്റും. ഒരു സാധ്യതയുമില്ലെന്ന് ഇന്ന് രാത്രി നീ ചിന്തിക്കാതെ നീ ദൈവത്തിൽ ആശ്രയിക്ക്. പരിശുദ്ധാത്മാവ് ഈ രാത്രി നിന്നോട് ശക്തമായി പറയുക, ഒരു സാധ്യതയും ഇല്ലാത്ത ഇടത്ത് ഈ യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആത്മാവാലോചന കൈമാറുന്നു. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റോ? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. റൂഷമലഗടഗസിയ. പരിശുദ്ധാത്മാവ് നിയോഗം തരുന്നവരുണ്ടെങ്കിൽ ആ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചു. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് ശക്തമായി ഇടപെടുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരോട് സംസാരിക്കുന്നുണ്ട്. മനസ്സ് തകർന്നവരുണ്ട്, ഹൃദയം നുറുങ്ങിയവരുണ്ട്, നിരാശയുമായി ഇന്ന് രാത്രി ഇതിനകത്ത് വന്നവരുണ്ട്. ആരോടൊക്കെയോ ഇന്ന് രാത്രി വ്യക്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. പത്രോസിന്റെ വല നിറഞ്ഞത്, പത്രോസിന്റെ പടക് നിറഞ്ഞത് അവന്റെ കഴിവ് കൊണ്ടല്ല, അവന്റെ പരിചയ സമ്പത്ത് കൊണ്ടല്ല, അവന്റെ പരിശ്രമം കൊണ്ടുമല്ല. അവന്റെ കഴിവ് പരാജയപ്പെട്ടിടത്ത്, അവന്റെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടിടത്ത്, ഇന്നലകളുള്ള അവന്റെ പരിചയം പരാജയപ്പെട്ടിടത്ത് അവന്റെ വല നിറച്ചത്, അവന്റെ പടക് നിറച്ചത് ദൈവത്തിന്റെ കരുണയാ, എന്റെ ദൈവത്തിന്റെ കൃപയാ. ഇന്ന് രാത്രി സെൻട്രൽ കൺവെൻഷനിൽ നമ്മുടെ എല്ലാവരുടെയും കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക.
എല്ലാവരും ആ കരങ്ങൾ മുകളിലേക്ക് ഉയർത്തിപ്പിടി. എന്നിട്ട് ആധാരം തുറന്ന് ദൈവത്തോട് പറ, കർത്താവേ, ഇന്ന് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടം വരെ ഞാൻ നടന്ന് കയറി വന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മിടുക്ക് കൊണ്ടല്ല, എൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, എൻ്റെ പരിശ്രമം കൊണ്ടല്ല. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എത്ര പേർക്ക് ശക്തിയോടെ ഈ രാത്രി ആധാരം തുറന്ന് സ്തോത്രം പറയാൻ പറ്റോ? എല്ലാം ദൈവത്തിന്റെ ദാനം. പത്രോസേ, നിന്റെ കഴിവ് പരാജയപ്പെട്ടെടുത്ത്, നിന്റെ പരിശ്രമങ്ങളും പരാജയങ്ങളും നിഷ്ഫലമായ ഇടത്ത് നിന്റെ പടക് നിറച്ചത് ഞാനാ, നിന്റെ വല നിറച്ചത് ഞാനാ. പക്ഷെ ഒരു കാര്യം നീ അറിയണം, ഞാനും നീയുമായുള്ള ബന്ധത്തിന്റെ തെളിവ് നിന്റെ നിറയപ്പെട്ട പടകല്ല, നിന്റെ നിറയപ്പെട്ട വലയല്ല, അത് നിറച്ചത് ഞാനാ. പക്ഷെ നീ ഒരു കാര്യം ആധികാരികമായി അറിയണം, നീയും ഞാനുമായുള്ള ബന്ധത്തിന്റെ തെളിവ് നിറയപ്പെട്ട പടകോ നിറയപ്പെട്ട വലയോ അല്ല, നീ എന്നിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണ്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് ഇന്ന് രാത്രി തിരിയുന്നുണ്ട്? അർഹതയില്ലാത്ത ഭൗതിക നന്മകൾ ഒത്തിരി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചതുകൊണ്ട് ദൈവം നമുക്ക് തന്നു. അതിനിന്ന് രാത്രി സ്തോത്രം പറയണം. പക്ഷെ പെന്തക്കോസ്ത് സമൂഹം ഇന്ന് രാത്രി തിരിച്ചറിയണം, ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ തെളിവ്, ഭക്തിയുടെ അളവുകോൽ, ആത്മീകതയുടെ മാനദണ്ഡം നമ്മുടെ ശൂന്യമായ വലകൾ ദൈവം നിറച്ചതല്ല, പടക ദൈവം നിറച്ചതല്ല. അതിനപ്പുറത്ത് നാം അവനിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലാണെന്ന് ഉറച്ചു വിളിച്ചു പറയുമ്പോൾ ആധാരം തുറന്നു സ്തോത്രം പറയാൻ ആ കൃപയുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാ. ആരോഗ്യം ഉണ്ടായിട്ട് പറയുന്നതല്ല, ഇല്ലാത്ത ആരോഗ്യം ഉണ്ടാക്കി പറയുന്ന. ഒരിക്കൽ കൂടെ കാര്യങ്ങൾ ഉയർന്നു സ്തോത്രം പറഞ്ഞ്. ഭക്തിയുടെ മാനദണ്ഡം, ആത്മീകതയുടെ അളവുകോൽ, ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവ് ഭൗതികമല്ല. സ്തോത്രം പറ. ഭൗതിക സാത്താൻ തന്നതാ എന്നല്ല ഞാനീ പറയുന്നേ, ഭൗതികം ദൈവം തന്നതാ. പക്ഷെ ദൈവവുമായുള്ള ബന്ധത്തിന്റെ തെളിവ് ഭൗതികമല്ല, ശുദ്ധീകരണമാണ്. ശുദ്ധീകരണത്തിന് പകരമല്ല ഭൗതികം എന്ന് ഞാൻ പറയുമ്പോ ആമേൻ പറയാൻ എത്ര ദൈവിക നിയോഗമുള്ള ശ്രോതാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അല്പം കൂടെ ശാന്തമായി വ്യക്തമാക്കാം. കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്തെ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്ക് വേദപുസ്തകം പറയുന്നില്ല. അതുകൊണ്ട് ഇല്ലാത്തൊരു കണക്കിലേക്ക് നമുക്ക് പോകണ്ട. ഒരു സ്തോത്രം എന്ന് പറഞ്ഞ് ഇപ്പം എല്ലാവർക്കും താല്പര്യം ഇല്ലാത്തതിൻ്റെ പിറകെ പോകുന്നതാണ്. വേദപുസ്തകത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന ആർക്കും വേദപുസ്തകം എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. എന്നാൽ ആ ഗൗരവമില്ലാത്തവർക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. അപ്പം നമ്മുടെ ആൾക്കാരുടെ ചിന്ത അതെന്നാ വ്യാഖ്യാനം, ഞങ്ങളുടെ പാസ്റ്റർക്ക് എന്താ അറിയാം, ഈ പാസ്റ്ററേക്കാൾ കൃപയുള്ള പാസ്റ്റർ ആ പാസ്റ്റർ. കൃപ കൂടുതലുള്ളത് കൊണ്ടല്ല, നിങ്ങളുടെ പാസ്റ്റർക്ക് കൃപ കുറഞ്ഞു പോയത് കൊണ്ടും അല്ല, ദൈവത്തെ ഭയപ്പെടുന്നതുകൊണ്ടും. വില മനസ്സിലാവുന്നുണ്ടോ? വേദപുസ്തകത്തോടുള്ള മാന്യതയും അതിൻ്റെ ഗൗരവവും മനസ്സിലാക്കി ശുശ്രൂഷിക്കാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തത് കൊണ്ടുമാണ്. അങ്ങനെയുള്ള ദൈവദാസന്മാരെയൊക്കെ ഓർത്ത് ദൈവത്തിനൊരു സ്തോത്രം പറയുന്നത് അധിക പ്രസംഗം അല്ല കേട്ടോ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നൊക്കെ തിരിയുന്നുണ്ട്? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നപ്പോൾ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേര്, സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്ക് പറയുന്നത് നമുക്ക് അപ്പുറകെ പോകണ്ട. പക്ഷേ അവസാനം മിച്ചം വന്നത് 12 കൊട്ടയാണ്. അതെന്നാ 13 കൂടാഞ്ഞേ? അതെന്താ 11 കുറയാഞ്ഞേ? മറുപടി, വിളമ്പിയത് 12 പേരാ. വിളമ്പിക്കോ വിളമ്പിക്കോ വിളമ്പിക്കോ. വിളമ്പിക്കഴിയുമ്പോൾ ഓരോ കൊട്ട തരാമെന്ന് ആരോടും പറഞ്ഞില്ല.
അവസാനം ഒരു കൊട്ട കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചല്ല ഇവർ വിളമ്പിയതും. വല്ല മനസ്സിലാവുന്നുണ്ടോ? അവസാനം ഒരു കൊട്ട കിട്ടാനല്ല ഇവർ വിളമ്പിയത്, ഒരു കൊട്ട തരാമെന്ന് പറഞ്ഞുമില്ല. പക്ഷെ ഇവരെ ഏൽപ്പിച്ചത് ഇവർ വിശ്വസ്തയോടെ ചെയ്തു. ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുന്നവന് മിച്ചം കൊടുക്കുക ദൈവത്തിന്റെ നീതിയാ, ദൈവത്തിന്റെ വിശ്വസ്തതയാ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തെ ആരും വെറുതെ സേവിക്കണ്ട, കർത്താവിന്റെ വേലയ്ക്ക് ആരും വെറുതെ ഇറങ്ങണ്ട, ദൈവത്തെ ആരും വെറുതെ ആരാധിക്കണ്ട. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം പറയുന്നു, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവരാരും വഴിയാധാരമാകാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. അംബാനിയേക്കാൾ ധനാഢ്യരാക്കിയില്ലെങ്കിലും ഇറങ്ങി വന്നതിനേക്കാൾ പരിതാപകരമായ അനുഭവത്തിലേക്ക് പോകാൻ എന്റെ ദൈവം സമ്മതിച്ചിട്ടില്ല. വന്നതുകൊണ്ടുള്ള മെച്ചമേ ഇന്ന് രാത്രി എനിക്കുള്ളെന്ന് ദൈവസന്നിധിയിൽ ആർത്തു പറയാൻ കൃപയുള്ളവരുടെ കരം മാത്രം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാ. ഒരു ദൂതോടെന്ന് പറഞ്ഞു പോക്കോട്ടെ. ഇവര് വിളമ്പുന്നതിൻ്റെ ഇടയ്ക്ക് 2-3 ദിവസം കൂടി ആഹാരം കഴിക്കുന്നവരുടെ ആക്രാന്തം നിങ്ങൾ ഓർത്ത് നോക്കി. എത്ര ആഹാരം കഴിക്കാത്തവരാണ് നമ്മളെങ്കിലും ഒരല്പം ഫുഡ് കൂടുതൽ എടുക്കുന്ന ദിവസം ഞായറാഴ്ച. കാരണം ഞായറാഴ്ച രാവിലെ 8:45 പേര് ഉപവാസ. അതൊന്നും കുഴപ്പമില്ല. അത് പിന്നെ ഇപ്പോൾ ഒത്തിരി രോഗമൊക്കെ വന്നതുകൊണ്ട് മനസ്സുണ്ടേലും നിർവാഹമില്ലാത്ത ഒത്തിരി പേരുണ്ട്. കുഴപ്പമൊന്നുമില്ല, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ആ രാവിലത്തെ വിശപ്പ് കഴിഞ്ഞ് ഉച്ചക്കത്തെ ആ ഫുഡ് ഒത്തിരി കറിയൊന്നുമില്ലെങ്കിലും ആ കറിക്ക് എന്നാ ടേസ്റ്റാണ്, ശരിയല്ലേ? ഞാനൊക്കെ ഓർക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ആഹാരമില്ലല്ലോ, കയ്പം ഉള്ള കപ്പയാണ്. എന്നാലും അതിന് കയ്പ് തോന്നുന്നില്ല. കയ്പ് എപ്പോഴാണ് തോന്നുന്നത്? വയറ് നിറഞ്ഞു വരുമ്പോഴാണ്. വയറ് നിറഞ്ഞു വരുമ്പം എത്ര നല്ല കപ്പയാണെങ്കിലും കയ്പായിട്ട് തോന്നും. എന്നാൽ വിശന്നിരിക്കുമ്പം കയ്പുള്ള കപ്പ ഒരു കുഴപ്പമില്ലാതെ തോന്നും. ഈ 3 ദിവസം കൂടി ഇവരുടെ ആ കഴിപ്പ് നിങ്ങൾ കണ്ടോ? ഇവരിങ്ങനെ ആക്രാന്തം മൂത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ചിന്തിക്കാതിരിക്കട്ടെ, ഇവന്മാരുടെ കഴിപ്പ് കണ്ടിട്ട് അവസാനം ഞങ്ങൾ പരിപാടിയിലാകുന്ന ലക്ഷണ. അതുകൊണ്ട് വിളമ്പുന്നതിനിടയ്ക്ക് ഞങ്ങൾക്കുള്ളത് മടിക്കുത്തിലിട്ടേക്കാവുന്ന ആരെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ആ കൈ അപ്പം സൂക്ഷിക്കാൻ എവിടേക്കെങ്കിലും മാറ്റിയിരുന്നെങ്കിൽ അവസാനം അവർക്ക് കിട്ടേണ്ട ഒരു കൊട്ട കിട്ടുകയില്ലായിരുന്നു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. വേദപുസ്തകം പറയുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്നും നോക്കുന്നു. പരിഗണന കിട്ടേണ്ടിടത്ത് നിന്ന് പരിഗണന കിട്ടപ്പെടാതെ വരുമ്പോൾ അർഹമായ പ്രോത്സാഹനങ്ങളും സ്വീകാര്യതകളും ലഭിക്കപ്പെടേണ്ട ഇടത്തു നിന്ന് സ്വീകാര്യതകളും പ്രോത്സാഹനങ്ങളും ലഭിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, നിരുത്സാഹങ്ങളും ഒതുക്കാനുള്ള കുതന്ത്രങ്ങളും ഒക്കെ മെനയുമ്പോഴേ ആരും ശുദ്ധമനസാക്ഷി തള്ളിക്കളയരുത്. വളഞ്ഞ വഴിക്ക് തിരിയാനുള്ള പരീക്ഷണങ്ങളിൽ ഒന്നും ഏർപ്പെടരുത്. അവിടെയും പിടിച്ചു നിൽക്കണം. വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുമ്പോൾ നീതി സ്വർഗത്തിൽ നിന്ന് കാണുന്നു. എന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുള്ളിടത്തോളം ഞാൻ ലജ്ജിക്കാൻ എന്റെ ദൈവം അനുവദിക്കുകയല്ലെന്ന് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്ത് പറയാൻ കൃപ ലഭിച്ച എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസ്തത എഴുതി വെച്ചോ. വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്നും നോക്കുന്നു. ദൈവാത്മാവിന്റെ ദൂതനോട് ഞാൻ പറയാം, നിങ്ങളൊരു പെൺകുട്ടിയെ കണ്ടോ? അവളുടെ പേര് റിബേക്ക എന്നാണ്. അബ്രഹാം തന്റെ വീട്ടിലെ മൂപ്പനും തന്റെ സകലത്തിനും കാര്യവിചാരകനുമായ എലിയാസറിനോട് പറയുന്നു, എൻ്റെ മകന് നീ ഈ ജാതികളിൽ നിന്ന് ഒരു ഭാര്യ എടുക്കാതെ എൻ്റെ പിതൃഭവനത്തിൽ സ്വന്തം ദേശത്ത് പോയി എൻ്റെ മകനൊരു ഭാര്യയെ കണ്ടെത്തിക്കൊണ്ട് വരണം. എലിയാസർ പറയുന്ന ഒരു അല്പ
പ്രശ്നമാണ്, എന്നെ കൊണ്ടത് നടക്കുകയല്ല. പക്ഷെ വിശ്വാസത്താൽ അബ്രഹാം പറയുക, കൽദയ പട്ടണമായ ഊരിൽ നിന്നും നിനക്ക് സന്തതി ഇല്ലാതിരിക്കെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ നിനക്ക് തലമുറകളെ തരുമെന്നും, അല്ല ഈ ദേശം നിനക്കും നിന്റെ തലമുറയ്ക്കും ഞാൻ തരുമെന്ന് എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്തതാണെങ്കിൽ, ദൈവാത്മാവ് ഒരു ദൂതനോട് പറയുന്നു. അബ്രഹാമിനകത്ത് ഉറപ്പുണ്ടായിരുന്നു. സത്യത്തിൽ അബ്രഹാം ഇസഹാക്കിനെ ആഗ്രഹിച്ചതല്ല, ആഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ദൈവം വാഗ്ദത്തം കൊടുക്കാൻ നേരത്ത് അബ്രഹാം പറഞ്ഞു, വേണ്ട വേണ്ട, പുതിയൊരു മകനെ വേണ്ട, ഇസ്മായേൽ എൻ്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മാത്രം മതി, അതിനെ അനുവദിച്ചാൽ മതി, അവനെ കൊല്ലാതിരുന്നാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഇസഹാക്കിനെ ഒരു കാലത്ത് അബ്രഹാം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ കാലത്തിൻ്റെ നീക്കുപോക്കിൽ അബ്രഹാം അത് എഴുതി തള്ളിയിരുന്നു. അങ്ങനെ ഒരു മോനെ വേണ്ടെന്ന് പറഞ്ഞതാ. നീ വേണ്ടെന്ന് പറഞ്ഞിട്ടും നീ ആഗ്രഹിക്കാതിരുന്നിട്ടും ഇവനെ ഞാൻ നിനക്ക് തരികയാണ്. അപ്പം ഞാൻ ചോദിക്കാതിരുന്നിട്ടും ഞാൻ ആഗ്രഹിക്കാതിരുന്നിട്ടും എൻ്റെ ദൈവം അവനെ എനിക്ക് തന്നതാണെങ്കിൽ എൻ്റെ തമ്പുരാൻ അതിൻ്റെ പിന്നിലൊരു പദ്ധതി ഉണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ചിലരോട് ഇടപെടുകയാ. നീ വേണ്ടെന്ന് പറഞ്ഞാലും നീ വേണ്ടെന്ന് പറഞ്ഞാലും ദൈവാത്മാവ് ശക്തമായൊരു ദൂത് ഇന്ന് രാത്രി എന്നോട് പറയുന്നു, നീ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും നീ വേണ്ടെന്ന് പറഞ്ഞാലും അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ടെങ്കിൽ, ആരെല്ലാം തട്ടിമാറ്റാൻ നോക്കിയാലും നീയായി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതും ദൈവിക നിർണയത്തിലുള്ളതും നിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെടാൻ പോകുന്നു, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുന്നു, നിന്റെ തലമുറമേൽ വെളിപ്പെടാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി പ്രവചനമായി ഇതിനകത്തൊരു ദൂത് കൈമാറുന്നു. വിശ്വസിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ പോരാ, കരമടിച്ച് ആ തരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തിനു സ്തോത്രം പറയാ. ഇതൊരു പ്രവചന ശക്തി കേട്ടോ, ഇതൊരു ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ ആലോചനയാ. ഇന്ന് രാത്രി നീ ഇത് ഏറ്റെടുത്തോ. ഈ മൈക്കൊന്ന് താഴെ വെച്ച് ഒരു മിനിറ്റ് ഞാൻ ദൈവത്തെ ആരാധിക്കുക. ആ തരം തുറന്നു സ്തോത്രം പറയാൻ അകത്തും നിയോഗമുള്ള ദൈവമക്കൾ കരമടിച്ച് അന്യഭാഷയിൽ ഈ രാത്രി ദൈവത്തെ ആരാധിക്കുക. അബ്രഹാമിനറിയാം, ഞാൻ ഇവനെ ആഗ്രഹിച്ചതല്ല, ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഞാൻ വേണ്ടെന്ന് തമ്പുരാനോട് പറഞ്ഞതാ. വേണ്ടെന്ന് പറഞ്ഞിട്ടും ഇവനെ തന്നത് ദൈവമാണെങ്കിൽ ഇവന്റെ ഭാവി വിഷയത്തിൽ ഇടപെടാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ഇന്ന് രാത്രി എൻ്റെ അമ്മേ, എൻ്റെ പിതാവേ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, എൻ്റെ യുവാവേ, എൻ്റെ യുവതിയെ, എൻ്റെ ബാലിക ബാലന്മാരെ, ഇന്ന് രാത്രി നിരാശയുടെ കടുങ്കട്ടിനെ നീ ഇതിനകത്ത് പൊട്ടിച്ചെറി. എന്നിട്ട് ആധാരം തുറന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറ, ഞാൻ ഈ മണ്ണിൽ ജനിക്കാൻ, ഇന്ന് വരെ ജീവിച്ചിരിക്കാൻ അവസരവും അനുവാദവും തന്ന എൻ്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവന്റെ പദ്ധതികളല്ല അവന്റെ സമയത്ത് നന്നായി ചെയ്തു തരാൻ എൻ്റെ ദൈവ വിശ്വസ്തൻ. അതരം തുറന്നാമേ പറയാൻ എത്ര പേർക്ക് നിയോഗമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസികളുടെ പിതാവ് പറഞ്ഞു, നീ ധൈര്യമായിട്ട് നോക്കും, എൻ്റെ ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും, കാര്യമൊക്കെ നടത്തി തരും. എലിയാസർ പുറപ്പെട്ടു. ആ പട്ടണത്തിൽ കടക്കുന്നതിന് മുമ്പ്, നാഹോറിന്റെ പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, പുറത്തുള്ള കിണറ്റിന്റെ അരികിൽ 10 ഒട്ടകങ്ങളെ നിർത്തി ദൈവത്തോട് ഒറ്റ പ്രാർത്ഥന. ദൈവമേ, ഈ പട്ടണത്തിലെ കന്യകമാരൊക്കെ ഈ സന്ധ്യാസമയത്ത് വെള്ളം കോരാൻ വരുന്ന സമയമാണ്. വരുന്നവരെ നോക്കി ഞാനൊരു ചോദ്യം ചോദിക്കും, ഞാനൊരു കാര്യം ആവശ്യപ്പെടും, എനിക്കൊരല്പം വെള്ളം കുടിക്കാൻ തരണമെന്ന്. അപ്പോൾ അവരിൽ ഒരാൾ പറയാന്നിരിക്കട്ടെ, താങ്കൾക്ക് മാത്രമല്ല ഒട്ടകങ്ങൾക്കും കൂടെ തരാമെന്ന് പറഞ്ഞാൽ അവളായിരിക്കും എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ഭാവി വധു.
എന്നെ തുള്ളിച്ചാടിപ്പിച്ചൊരു പദം അവിടെ ഉണ്ട്. എലയാസർ ഇങ്ങനെ പറഞ്ഞു തീർന്ന ഉടനെ എൻ്റെ ദൈവമായ യഹോവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന തീർന്ന് ആമേൻ പറയുന്നതിനു മുമ്പ് തോളത്ത് പാത്രവും വെച്ചോണ്ട് റിബേക്ക വരികയാണ്. ഇന്ന് രാത്രി എഴുതി വെച്ചോ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വർഷങ്ങളുടെ കാലപ്പഴക്കം വേണ്ടി വന്നേക്കാം. പക്ഷെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നീ ആമേൻ പറയുന്നതിനു മുമ്പ് മറുപടി തരാൻ വിശ്വസ്തനായൊരു ദൈവം ഇന്ന് രാത്രി ഉയരത്തിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് ആലോചന പറയുമ്പോൾ അധരം തുറന്ന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടിന് വേദപുസ്തകത്തിൽ തെളിവ് വരാം. പഴയ നിയമം ഞാൻ പഠിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ ഇസഹാക്ക്. ഇസഹാക്കിനെ ഇഷ്ടപ്പെടാൻ കാരണം ഒരു വളഞ്ഞ വഴിയില്ല, കപടമില്ല, ഒരു തുറന്ന മനുഷ്യൻ. നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞ പച്ചപ്പാവം. പക്ഷേ ആ പാവത്താൻ കല്യാണം കഴിച്ചത് 40-ാമത്തെ വയസ്സിലാണ്. പക്ഷെ നോക്കിക്കോണേ, തൻ്റെ ഭാര്യ റിബേക്ക മച്ചിയായിരുന്നു. ഇസഹാക്ക് യഹോവയോട് പ്രാർത്ഥിച്ചു. എത്ര കൊല്ലം പ്രാർത്ഥിച്ചു? യാക്കോബും ഏശാവും ഇസഹാക്കിനുണ്ടാകുമ്പോൾ ഇസഹാക്കിൻ്റെ പ്രായം 60. അപ്പം 20 കൊല്ലം ഇസഹാക്ക് പ്രാർത്ഥിച്ചു. ഒരു പച്ചപ്പാവം വീട്ടിലൊരു പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാൻ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ 20 കൊല്ലം പ്രാർത്ഥിക്കേണ്ടി വന്നെങ്കിൽ 1, 2, 3 ആഴ്ച പ്രാർത്ഥിച്ച് 1, 2 വർഷം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടപ്പെടായ നിമിത്തം അവരെയും ഇവരെയും കുറ്റം പറഞ്ഞ് ദൈവത്തോടും പിറുപിറുത്ത് ഇനി ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്നും പറഞ്ഞ് പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം വേസ്റ്റ് കൊട്ടയിലിട്ട് ഇന്ന് രാത്രി നിരാശപ്പെട്ടിരിക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറ, താമസിച്ചാലും എൻ്റെ വിഷയത്തിൽ എൻ്റെ ദൈവം ഇടപെടും. എനിക്ക് പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ ദൈവം തരും. അതരം തുറന്നു ദൈവത്തിന് സ്തോത്രം പറയാൻ ഇന്ന് രാത്രി കൃപ ലഭിച്ച എത്ര പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി KJ തോമസ് അല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ഇതിനകത്ത് ശക്തമായി സംസാരിക്കുന്നുണ്ട്. അതരം തുറന്ന് കൃപ ലഭിച്ച എത്ര പേർക്ക് ഈ രാത്രി ആമേൻ പറയാൻ ചങ്കൂറ്റമുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാത്മാവ് ചില ദൂതുകൾ എന്നോട് പറയുന്നു, എഴുതി വെച്ചോ. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ചതും മറുപടി ഇല്ലെന്ന് പ്രതീക്ഷിച്ച് നീ ഉപേക്ഷിച്ചതുമായ ചില വിഷയങ്ങൾക്ക് ദൈവാത്മാവ് അങ്ങനെ തന്നെ കൊണ്ട് പറയുന്നു, നിരന്തരമായി നീ പ്രാർത്ഥിച്ചതും എന്നാൽ മറുപടിയില്ലെന്ന് ചിന്തിച്ച് നീ ഉപേക്ഷിച്ചതുമായ ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി, നീ പോലും മറന്നതും നീ എഴുതി തള്ളിയതുമായ ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവ് ആലോചന പറയുമ്പോൾ സ്തോത്രം പറയാൻ കൃപ ലഭിച്ചവരുണ്ടെങ്കിൽ ആ കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചോ. ഇതൊരു കൺവെൻഷനാണെന്ന് എനിക്കറിയാം, എങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് വചനത്തിന്റെ പ്രവചന ദൂത് വ്യക്തമായി സംസാരിക്കുന്നത് ആത്മാവ് എനിക്ക് മനസ്സിലാക്കി തരുന്നു. ഇത് ചിലരോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ചു മറന്ന ചില വിഷയമുണ്ടല്ലോ, അതിന്റെ മറുപടി നിന്റെ കണ്ണിന്റെ മുമ്പിൽ വന്നു നിന്ന് ദൈവമേ ഞാൻ പോലും ഇത് മറന്നു പോയതാണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അതരം തുറന്ന് സ്തോത്രം ചെയ്ത് ചോദിക്കത്തക്ക നിലയിൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ആത്മാവ് ഈ രാത്രി ഇടപെടുന്നു. വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർ പോരാ, കരമടിച്ച് അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ വചന വെളിപ്പാടിതാ. ധൂപം കാട്ടാൻ സക്കറിയാവ് ആലയത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുക, സക്കറിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഒരു നല്ല സ്തോത്രം പറ, നിന്റെ പ്രാർത്ഥനയ്ക്ക്. സക്കറിയാവ് പ്രാർത്ഥിച്ചോ? ഇപ്പോൾ സക്കറിയാവ് പ്രാർത്ഥിച്ചായിരുന്നു, വർഷങ്ങൾക്ക് പിറകെ പ്രാർത്ഥിച്ചായിരുന്നു. എലിസബത്ത് പ്രാർത്ഥിച്ചായിരുന്നു, സക്കറിയാവ് പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പോഴല്ല പ്രാർത്ഥിച്ച്. ഇപ്പൊ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ദൂതൻ ഇറങ്ങി വന്നപ്പോൾ ആത്മാവിൽ സ്തോത്രം പറഞ്ഞേന്.
പക്ഷെ സെക്കരിയാവ് പ്രാർത്ഥിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സാഹചര്യത്തിൻ്റെ വിശകലനത്തെ മനസ്സിലാക്കിയപ്പോൾ ഇനി മറുപടി ഒന്നും കിട്ടപ്പെടാൻ സാധ്യതയില്ലെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അറിഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥന അങ്ങ് നിർത്തി. ദൈവം തന്നില്ലേലും തന്നാലും എല്ലാത്തിനും ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് ഓർത്ത് അങ്ങേക്ക് സ്വോത്രം പറയുന്നെന്നും പറഞ്ഞ് സെക്കരിയാവ് അങ്ങ് ഒതുങ്ങിയതാ. ഒന്ന് സ്വോത്രം പറ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ സെക്കരിയാവ് പ്രാർത്ഥനാ വിഷയം ഉപേക്ഷിച്ച് ഒതുങ്ങിയതാ. പക്ഷെ ഇന്നലെ നീ പ്രാർത്ഥിച്ചില്ലേ? നീ പ്രാർത്ഥിച്ച് മറുപടി ഇല്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയില്ലേ? നീ മറന്നുപോയില്ലേ? നീ മറന്നാലും ഞാനത് മറന്നിട്ടില്ല. നീ എഴുതി തള്ളിയാലും ഞാൻ തള്ളിയിട്ടില്ല. നിന്റെ പ്രാർത്ഥനയ്ക്കും മറുപടിയുമായി ഇതാ ഞാൻ നിന്റെ കൂടാരത്തിൽ ഇറങ്ങാൻ പോകുകയാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായി വിളിച്ചു പറയുന്നു, നീ എഴുതി തള്ളിയതും ഇന്നലകളിൽ നീ ഉപേക്ഷിച്ചതും നീ മറന്നതുമായ കൂടാരത്തിന്റെ അകത്തേങ്ങി മോങ്ങി അയ്യം വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് നീ പ്രതീക്ഷിച്ച സമയത്ത് മറുപടി കിട്ടപ്പെടാതെ ഇരുന്നതും നീ മറന്നുപോയതുമായ ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി നിന്റെ കൂടാരത്തിന്റെ അകത്ത് എന്റെ തമ്പുരാൻ കൊണ്ട തരുന്ന നാളുകൾ വിദൂരമല്ല. ആത്മാവി രാത്രി ചിലരോട് ആലോചന കൈമാറുമ്പോ ആ തരം തുറന്ന് ആമേൻ പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എഴുതി വെച്ചോ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇടപെടുന്നത് ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുമ്പോഴുണ്ടല്ലോ, നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെടുമ്പോഴുണ്ടല്ലോ, ഇതെങ്ങനാ സംഭവിച്ചേ? ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ലല്ലോ. നീ ചിന്തിക്കുന്നതിനേക്കാൾ വേഗതയിൽ, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ശീഘ്രഗതിയിൽ നിന്റെ യുക്തിക്കും ബുദ്ധിക്കും ഇന്നത്തെ നിന്റെ സാഹചര്യത്തിനും അപ്പുറത്ത് ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമെന്ന് ഇന്ന് രാത്രി വചനത്തിലൂടെ ആത്മാവ് ദൂത് പറയുമ്പം ഇതിനാമേൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ ആമേൻ പറയുന്നേ? ഇന്ന് രാത്രി ആധാരം തുറന്ന വിശ്വാസത്താൽ ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ, അതങ്ങനെ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് ശക്തമായി സംസാരിക്കുക. മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി പുറത്തോട്ട് പോകാൻ. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു. ഈ നല്ല സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ചിന്ത, ഈ സ്വപ്നം കാണാതിരുന്നെങ്കിൽ, തീരാതിരുന്നിരുന്നെങ്കിൽ എന്താ നല്ലതായിരുന്നു. ഒന്ന് സ്വോത്രം പറഞ്ഞേ അല്ലേ? നമ്മളങ്ങ് ഉയരപ്പെടുന്നതും, ഫ്ലൈറ്റ് കയറാത്തവരാണെങ്കിൽ കയറുന്നതും, വലിയ വീടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ വലിയ വീടൊക്കെ വെച്ച് നമ്മളതിൽ പാർക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ ഈ സ്വപ്നം തീരാതിരുന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ആ സ്വപ്നം പെട്ടെന്ന് അങ്ങ് തീരും. പിന്നെ നമുക്ക് ഉറക്കവും വരികയില്ല, പിന്നെ ഒട്ട് കാണത്തുമില്ല. അപ്പം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിൻ്റെ ചിന്ത നല്ല സ്വപ്നമാണ്. കൊള്ളാം, നല്ല സ്വപ്നമാണ്. കാരാഗ്രഹത്തിലാണ് കിടന്നുറങ്ങുന്നതെങ്കിലും കാണാൻ കൊള്ളാവുന്ന സ്വപ്നമാണെന്നുള്ള പ്രതീക്ഷയിൽ പത്രോസ് ഈ എണീക്കുമ്പോഴും അരമുറുക്കുമ്പോഴും ചെരിപ്പിടുമ്പോഴും നടന്നു വരുമ്പോഴും ഒക്കെ പത്രോസിൻ്റെ ചിന്ത ഞാനാ ഇതൊന്നും ചെയ്യുന്നെന്നുള്ള ചിന്തയിലല്ല, നല്ല സ്വപ്നമാണെന്നുള്ള ചിന്തയില്ല. ഒന്ന് സ്വപ്നം പറഞ്ഞ്. പക്ഷേ സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായത് ദൂതം പോയി പെരുവഴിയിൽ ഇറങ്ങിയപ്പോഴാണ്. പക്ഷെ പ്രാർത്ഥിച്ച വീടിൻ്റെ വാതിൽക്കൽ വന്ന് പത്രോസ് മുട്ടി. ഉടനെ രോധ എന്ന ബാല്യക്കാരി ഈ വാതിൽ തുറക്കാതെ വാതിൽക്കൽ നിന്ന് കാതു കുറിപ്പിച്ചിട്ട് പത്രോസാണെന്ന് മനസ്സിലായപ്പോൾ തുള്ളിച്ചാടി അകത്തോട്ട് എന്ന് അവള് പറയുക, പത്രോസ് വന്ന് വാതിൽക്കൽ മുട്ടുന്നു. ഒന്ന് സ്വോത്രം പറ. നമ്മളാണെങ്കിൽ അന്യഭാഷ പറഞ്ഞ് സ്വോത്രം പറഞ്ഞേനെ. പക്ഷെ അകത്തുള്ളവർ പറയുകയാണേ, എന്നതാ പറയുന്നതെന്നറിയാവോ? എന്നിട്ട് പറഞ്ഞോ, സാരമില്ല ഇനി ഒന്നും ചെയ്യണ്ട, സാരമില്ല വേണ്ട സാരമില്ല. കാര്യങ്ങൾ ഉയർത്തി ഒരിക്കലും ഒന്ന് സ്വോത്രം പറയാവോ? അപ്പോൾ നമ്മളാണെങ്കിൽ രക്തം ചെയ്യാം. ഓക്കെ, താങ്ക് യു, ഒത്തിരി നന്ദി. നമ്മളാണെങ്കിൽ തുള്ളിച്ചാടി സ്വോത്രം പറഞ്ഞാണ്. പക്ഷേ ആ സഹോദരിമാർ പറയാണ്, നിനക്ക് ഭ്രാന്ത.
അത് പത്രോസ് അല്ല, അവൻ്റെ ദൂതന. നമ്മൾ പറഞ്ഞ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ് അല്ല, അവർക്ക് നല്ല വിശ്വാസമുണ്ട്. ഒരു സ്വോത്രം പറയുന്നേ. നേരം വെളുത്തില്ലേ പത്രോസ് എന്നപ്പം? നേരം വെളുത്തിട്ട് അവർ പ്രാർത്ഥന നിർത്തിയിട്ടില്ലല്ലോ. നേരം വെളുത്തിട്ട് അവർ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. നിർത്തിയോ? എന്താ നിർത്താഞ്ഞേ? അവർക്ക് പത്രോസിനെ ദൈവം വിടുവിക്കുന്ന വിശ്വാസമുണ്ട്. പിന്നെന്താ അവളോട് പറയുന്നേ? ഇത് അവനല്ല, അവൻ്റെ ദൂതന, നിനക്ക് പ്രാന്താന്ന് പറയാൻ കാരണം പറയാം. ഈ സമയത്ത് ഇങ്ങനെ ഈ പ്രാർത്ഥനയുടെ മറുപടി ഇത്ര വേഗത്തിൽ ഇവിടെ വന്ന് നിൽക്കുമെന്ന് അവർ ചിന്തിച്ചില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലെന്നല്ല ചിന്തിച്ചത്, ഇത്ര വേഗത്തിൽ ഈ പ്രാർത്ഥനയുടെ മറുപടി ഇങ്ങനെ ഇവിടെ ഈ വാതിലിൽ വന്ന് മുട്ടുമെന്ന് അവരുടെ അജണ്ടയിലില്ല, അവരുടെ സങ്കല്പത്തിലില്ല, അവരുടെ യുക്തിയിലില്ല. അതെ, ചില പ്രാർത്ഥനയുടെ മറുപടികൾ എൻ്റെ തമ്പുരാൻ നിന്റെ കണ്ണിൻ്റെ മുമ്പ് കൊണ്ടു തരുമ്പം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ആശ്ചര്യപരതന്ത്രനായി തുള്ളിച്ചാടി ദൈവത്തോട് ചോദിക്കത്തക്ക നിലയിൽ ചില പ്രാർത്ഥനയുടെ മറുപടികൾ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവാത്മാവ് കൊണ്ടുതരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ചിലരോട് ആലോചന കൈമാറുന്നു. ആധാരം തുറന്നു സ്തോത്രം പറയേ. കൃപ ലഭിച്ച എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ചില പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വർഷങ്ങളുടെ വഴക്കമുണ്ട്. എന്നാൽ ചില പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയുന്നതിന് മുമ്പ് മറുപടി വരും. ആമേൻ പറയുന്നതിന് മുമ്പ് റിബേക്ക അവളോട് ചോദിച്ചു, ഒരു അല്പം വെള്ളം കുടിക്കട്ടെ. ഉടനെ ഈ സഹോദരി പറയുകയാണേ, എന്തിനാ താങ്കൾക്ക് മാത്രമാണ്? എലയാസറിന് ആദ്യം കൊടുത്തിട്ട് പറയാ, ഒട്ടകങ്ങൾക്കും കൂടെ തരാം. അവൾ ഓടി ഇറങ്ങി. ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ ഞാൻ കോരിത്തരിച്ചു പോയി. അവൾ ഓടി. ഇന്നത്തെ പോലെ അല്ലല്ലോ കിണറ്, പടവുകൾ ചവിട്ടി ഇറങ്ങണ്ടേ, പടവുകൾ ചവിട്ടി വേണ്ട കയറാൻ. അവൾ ഓടുന്നു, ഇറങ്ങുന്നു, കോരുന്നു, കയറുന്നു, വരുന്നു, ഒഴിക്കുന്നു, ഓടുന്നു, ഇറങ്ങുന്നു, കോരുന്നു, കയറുന്നു, വരുന്നു. ആ പദമൊക്കെ വായിച്ചു സ്വോത്രം പറയണം. ഓടിയെന്ന എന്ന് പറഞ്ഞാൽ ഈ വയ്യാവേലി വന്നു പോയല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ഈ വയ്യാവേലി മനസ്സില്ലാ മനസ്സോടെ ചെയ്തെന്നല്ല. കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിക്കണം. പ്രസംഗിച്ചാൽ ആത്മാർത്ഥമായി പ്രസംഗിക്കണം. ആരാധിച്ചാൽ ആത്മാർത്ഥമായി ആരാധിക്കണം. കർത്താവിന്റെ വേല ചെയ്താൽ ആത്മാർത്ഥമായി വേല ചെയ്യണം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മനുഷ്യനെ കാണിക്കാൻ ചെയ്യരുത്. ഹൃദയങ്ങളെയും അന്തരിന്ദ്രങ്ങളെയും ശോധന ചെയ്യുന്ന എൻ്റെ ദൈവത്തിന്റെ മുൻപാകെ വിശ്വസ്തയായിരിക്കാൻ കൃപ തരണമെന്ന് അയ്യം വിളിച്ച് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. അവൾ ഓടുമ്പോ, ഇറങ്ങുമ്പോ, അധ്വാനിക്കുമ്പോ, വിയർക്കുമ്പോ കണ്ടു നിൽക്കുന്നവർ പറയാൻ സാധ്യതയുള്ള കമന്റ്സ്, എൻ്റെ പൊന്നു കൊച്ചേ, നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഈ വെള്ളം ചോദിച്ച മനുഷ്യൻ നിന്റെ അമ്മാച്ചയുടെ ആണോ? നിന്റെ പേരപ്പനോ ഉപ്പാപ്പനോ ആണോ? നീ ഇതിനു മുമ്പ് ഇതിനകത്തെ കണ്ടിട്ടുണ്ടോ? എങ്ങാണ്ടൂന്ന് വന്ന് എവിടേക്കോ പോകുന്ന ഒരു വഴിപോക്കൻ അങ്ങേരൽപ്പം വെള്ളം ചോദിച്ചപ്പം നീ അത് കൊടുത്താൽ പോരെ? നീ ഇല്ലാത്ത കാര്യം കേറിയാക്കേണ്ട വല്ല കാര്യമുണ്ടോ? 1-2 ഒട്ടകമാണോ? 10 ഒട്ടകങ്ങളല്ലേ? നീ എന്നാ കണ്ടോണ്ടാ? ഒന്ന് സ്വതന്ത്രം പറ. നീ എന്നാ കണ്ടോണ്ടാ? ഇത് നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നീ ആലോചിച്ചോ? ഇതിൻ്റെ വല്ല കാര്യവും നിനക്കുണ്ടോ? അതാ നാട്ടുകാർ മാറി എന്ന് പറയാൻ സാധ്യതയുള്ള കമൻസ്. പക്ഷേ അവൾ ഓടുമ്പോൾ, അവൾ ഇറങ്ങുമ്പോൾ, അവൾ വെള്ളം കോരുമ്പോൾ, അവൾ തിരിച്ചു കയറുമ്പോൾ, ഒട്ടകങ്ങൾക്ക് വന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ, തിരിച്ചവൾ ഓടുമ്പോൾ എലയാസർ മാറി നിന്ന് മനസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞേ, നീ വെറുതെ ഓടുന്നതല്ല, നീ വെറുതെ ഇറങ്ങുന്നതല്ല, നീ വെറുതെ വെള്ളം കോരുന്നതല്ല, നീ വെറുതെ കയറുന്നതല്ല, നീ വെറുതെ വരുന്നതല്ല, നീ വെറുതെ ഒഴിക്കുന്നതല്ല, നീ വെറുതെ വിയർക്കുന്നതല്ലോ. നിന്റെ മൂക്കിനിടാൻ 1/2 ശേക്കൽ പൊന്മൂക്കുത്തിയും നിന്റെ കൈക്കിടാൻ 10 ശേക്കൽ ആ 2 പൊൻവളയും എന്റെ കയ്യിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഇകത്തിലും പരത്തിലും എന്റെ
ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നുമില്ലെന്ന് ആ തരം തുറന്ന് ഞാൻ പറയുമ്പോൾ എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കൃപ ലഭിച്ച ദൈവമക്കളുടെ കരം ഇന്ന് രാത്രി ഞാൻ കാണട്ടെ. പോരാ, കരമുയർത്തി ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്ക. സമയം പോകുന്നല്ലോ. വിശ്വസ്തത വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന്. അപ്പൊ വിളമ്പിയത് 12 പേര്. ഇനി ഈ വിളമ്പിയ അപ്പത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പറയാം. ഒന്ന്, ഇത് യേശു വാഴ്ത്തിയപ്പ. ഒന്ന് സ്വോത്രം പറഞ്ഞ് വാഴ്ത്തൽ എല്ലാവർക്കും ഇഷ്ടമാണ്. വാഴ്ത്തിക്കോ കർത്താവെ, വാഴ്ത്തിക്കോ. വാഴ്ത്താവുന്നിടത്തോളം വാഴ്ത്തിക്കോ. വാഴ്ത്തൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് വാഴ്ത്തൽ കേൾക്കുന്നിടത്തോളം ആൾ ഇടിച്ച് കയറുക. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ 7, 10 ഏറെ ആയാൽ 80 എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ നമ്മുടെ യോഗത്തിന് വരികയല്ല. എന്നാൽ നേരെ മറിച്ച് 2 പേരോട് പറ, 3 പേരോട് പറ, 5 പേരോട് പറ, ഞാൻ 300 ആകാതെ മരിക്കുകയല്ല. സ്വോത്രം പറഞ്ഞ് ഞാൻ എൻ്റെ കൂടെ 2 സഹോദരന്മാർ വന്നിട്ടുണ്ട്. അവരുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴൊക്കെ ഞാൻ സ്വോത്രം ചെയ്ത് പറയാണ്, ദൈവമേ അങ്ങനെങ്ങാനും 300 ഉണ്ടായിരുന്നെങ്കിൽ എന്നാ ഗതിയായ. ലോകരുടെ കാര്യം പോട്ടെ, നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ചു. ഈ 80 ഉള്ളെന്നറിയാമായിരുന്നിട്ട് നമ്മൾ ഈ പരുവത്തില്ല. ഒരപ്പക്കമ്പിന് വേണ്ടിയൊക്കെ അല്ലേ, അതിനെ കുത്തിയ കമ്പി, അതിന് വേണ്ടിയൊക്കെ എന്നാ ഒരു കോര പോരാട്ട. 80 ഉള്ളെന്നറിയാമായിരുന്നിട്ടും ഇരിക്കുന്ന കസേരയ്ക്ക് ഇളക്കം തട്ടാതിരിക്കാൻ എന്തെല്ലാം വളഞ്ഞ വഴിയ. എന്നാ പിന്നെ 300 എങ്ങാനും ആക്കിയിരുന്നെങ്കിൽ സ്വർഗത്തിൽ പോകാൻ ഒറ്റ കുഞ്ഞു കാണുകയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? വേദപുസ്തകം പറയുന്നത് എന്നാന്നറിയോ? മനുഷ്യന്റെ ആയുസ് കുറയ്ക്കാൻ കാരണം അവൻ ജഡ. പാപം പെരുകിയപ്പോഴാ, അശുദ്ധി പെരുകിയപ്പോഴാ ദൈവം ആയുസ് കുറച്ച്. എന്നാ കാര്യം എന്നറിയാവോ? ആയുസ്സും പാപവും കൂടെ ഒരുമിച്ച് പെരുകിയാൽ മനുഷ്യനിവിടെ ജീവിക്കാൻ പറ്റുകയില്ല. അപ്പൊ ആയുസ്സൊന്നും 300 തമ്പുരാൻ കുറച്ചതാരും വിശ്വാസത്തെ നീട്ടാൻ പോകണ്ട. തമ്പുരാൻ നിനക്ക് തന്ന ആയുസ് വിശ്വസ്തയോടെ മണ്ണിൽ ജീവിച്ച് കണ്ണടയ്ക്കുമ്പോൾ നിത്യതയിലെത്താൻ കൃപ തരണമെന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിലായവർ മാത്രം കരമുയർത്തി ഒരിക്കൽ കൂടെ ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാം. 3000 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച് ചെല്ലുന്നത് നരകത്തിലോട്ടാണെങ്കിൽ 17 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചുള്ളെങ്കിലും കണ്ണടച്ച ചെല്ലുന്നത് കർത്താവിന്റെ അടുക്കലേക്കാണെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ സ്തോത്രം ചെയ്ത് പറ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും. അതരം തുറന്നു സ്തോത്രം ചെയ്ത് പറയാമോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അതരം തുറന്ന കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുക. വാഴ്ത്തല് മാത്രമല്ല, നുറുക്കലുമുണ്ട്. സഹോദര വാഴ്ത്തപ്പെട്ടതെല്ലാം നുറുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നുറുക്കൽ ആർക്കും താല്പര്യമില്ല. പക്ഷേ ഏത് കരമാണോ നമ്മെ നുറുക്കിയത്, ആ കരമാണ് ഏത് കരമാണോ നമ്മെ വാഴ്ത്തിയത്, ആ കരമാണ് നമ്മെ നുറുക്കുന്നതെങ്കിൽ, ആ കരതലത്തിലിരുന്നാ നാം നുറുക്കപ്പെടുന്നതെങ്കിൽ, ആ നുറുക്കപ്പെടലുകൾ നിന്നെ മുടിക്കാനല്ല, നിന്നെ ഉപയോഗിക്കാനാ. വാഴ്ത്തപ്പെട്ടതെല്ലാം നുറുക്കപ്പെട്ടിട്ടുണ്ട്. നുറുക്കപ്പെട്ടതെല്ലാം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അഭിഷക്തനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് താങ്കളോട് സംസാരിക്കുക. വിശ്വാസിയെ ഇന്ന് രാത്രി ആത്മാവ് നിങ്ങളോട് സംസാരിക്കുക. ചില നാളുകളായി നീ നുറുക്കപ്പെടലിലൂടെ കടന്നു പോകുകയാണോ? ചില വർഷങ്ങളായി ആരോടും തുറന്ന് പറയാൻ കഴിയാത്ത ചില മാനസിക വ്യഥകളിലൂടെ, സ്വകാര്യ ദുഃഖങ്ങളിലൂടെ, നുറുക്കപ്പെടലിലൂടെ നീ കടന്നു പോകുകയാണോ? എങ്കിൽ ആത്മാവി രാത്രി ശക്തമായി താങ്കളോട് ആലോചന പറയുന്നു. ഇതുവരെ നിന്നെ ഉപയോഗിച്ചിട്ടില്ലാത്ത നിലയിൽ ആളു മാറിയവനെ പോലെ ഒരഭിഷക്ത ശുശ്രൂഷയ്ക്കായി ദൈവാത്മാവ് നിന്നെ ഓടിക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി ശക്തമായി ചിലരോട് ആലോചന കൈമാറുന്നു. അതരം തുറന്നു സ്തോത്രം പറയാൻ കൃപ ലഭിച്ച ദൈവമക്കൾ പോരാ, കരമടിച്ച അതരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാം.
പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എന്നോടും സംസാരിക്കുന്നു. ഈ വചനത്തിന്റെ ദൂത് ഏറ്റെടുത്ത് ഈ രാത്രി ഞാൻ ദൈവത്തെ ആരാധിക്കുക. എന്നോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ പോരാ, കരമടിച്ച് ആധാരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ ആരാധിക്കുക. എഴുതി വെച്ചോ. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്നത്തെ നിന്റെ നുറുക്കപ്പെടലുകൾ നാളത്തെ നീ ദൈവത്താൽ ഉപയോഗിക്കാനുള്ള ദൈവിക വഴിത്താരകളിലേക്കുള്ള ദൈവിക പദ്ധതികളുടെ ആരംഭമാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ചിലരോട് ആലോചന കൈമാറുന്നു. ആ തരം തുറന്ന് സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശബ്ദമുയർത്തി ഈ രാത്രി സ്തോത്രം പറയൂ. ആത്മാവ് ആവർത്തിച്ചു പറയുന്നു, ഇന്നത്തെ നിന്റെ നുറുക്കപ്പെടലുകൾ നാളത്തെ നിന്റെ പ്രയോജനത്തിലുള്ള ദൈവിക പദ്ധതിയാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ആരുടെ ചരിത്രം എടുത്താലും അവർ ഉപയോഗിക്കപ്പെടുന്നതിന് മുമ്പ് അവർ നുറുക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം പറയാവോ? വാഴ്ത്തപ്പെട്ടതെല്ലാം നുറുക്കപ്പെട്ടിട്ടുണ്ട്. നുറുക്കപ്പെട്ടതെല്ലാം ദൈവത്താൽ മാനിക്കപ്പെട്ടിട്ടുണ്ട്, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി നിരാശപ്പെടേണ്ട. നിന്റെ ശോധനകൾക്ക് ആനുപാതികമായി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രി പോസ്റ്റില്ലാത്ത വചനത്തിലൂടെ ആത്മാവിലൂടെ ആലോചന കൈമാറുന്നു. വിശ്വാസത്താൽ സ്തോത്രം പറയൂ. കൃപ ലഭിച്ച എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഒന്ന്, യേശു വാഴ്ത്തിയത്. രണ്ട്, കർത്താവ് മിച്ചം കൊടുത്തത്. മൂന്ന്, യേശുവായി ഇവർക്ക് വേർതിരിച്ചു കൊടുത്തത്. സ്തോത്രം പറ. ഇവരായി അവിഹിതമായി നേടിയതല്ല, ഇവരോടുള്ള വിശ്വസ്തത നിമിത്തം തമ്പുരാൻ കൊണ്ട കൊടുത്തതാ. അതരം നിർന്നു സ്തോത്രം ചെയ്ത് പറയാവോ? ഒരു കർച്ചീപ്പേ കയ്യിലുള്ളെങ്കിലും പോരാ, എല്ലാവരും ആ കരം ഒന്ന് ഉയർത്തി പിടിച്ചേ. സ്തോത്രം ചെയ്തു, ശബ്ദം ഉയർത്തിയൊന്ന് പറഞ്ഞേ. എൻ്റെ തമ്പുരാനെ, ഒത്തിരി എനിക്കുള്ളതിലല്ല, ഉള്ളതെനിക്ക് എൻ്റെ ദൈവം തന്നതാ. ആരുടെയും ശാപത്തിൻ്റെയോ പ്രാക്കിൻ്റെയോ കണ്ണുനീരിൻ്റെയോ ഒന്നും അതിൻ്റെ പിൻപിലില്ല. എല്ലാം എൻ്റെ ദൈവം എന്നോടുള്ള കരുണ നിമിത്തം എനിക്ക് തന്നതാണെന്ന് മനസാക്ഷിക്ക് ആക്ഷേപമില്ലാതെ പറയാൻ പറ്റുന്നത് എനിക്കും മതിയെന്ന് തൻ്റെ ഇടത്തോടെ ഇന്ന് രാത്രി ആധാരം തുറന്നു സ്തോത്രം ചെയ്ത് പറയാൻ കൃപ ലഭിച്ചവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് ആമേൻ പറയാ. ദൈവാത്മാവ് ദൂത് എന്നോട് പറയുക. അതുകൊണ്ട് ആ ഭാഗത്തോട് പോയിട്ടേ ഞാൻ വരുള്ളൂ. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് എന്നോട് പറയുന്നു, വിശുദ്ധിക്ക് വേണ്ടി നിന്നിട്ട്, വേർപാടിന് വേണ്ടി നിന്നിട്ട്, സത്യത്തിന് വേണ്ടി നിന്നിട്ട്, മനസാക്ഷിക്ക് വേണ്ടി നിന്നിട്ട്, ദൈവത്തിന് വേണ്ടി നിന്നത്, നിത്യതയ്ക്ക് സ്നേഹിച്ചിട്ട് ദൈവമേ എനിക്ക് ഈ ഗതി വന്നു. പക്ഷേ ഇതൊന്നും ചിന്തിക്കാതെ ആത്മീയത അഭിനയിക്കുന്ന പലർക്കും ഒത്തിരി കിട്ടി, എനിക്കത് കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വാസത്തിൻ്റെ പരിശുദ്ധി തകർത്ത് വളഞ്ഞ വഴികളിലേക്ക് തിരിയാൻ പിശാച് പ്രലോഭനത്തിൻ്റെ വിത്തുമായി നിന്റെ മുമ്പിൽ വന്നു നിൽപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുക, ശുദ്ധ മനസാക്ഷി തള്ളിക്കളയരുത്, നിർവ്യാജ വിശ്വാസം ഉപേക്ഷിക്കരുത്, നിത്യതയുടെ ദർശനം കൈമോശം വരരുത്. നീ ദൈവത്തിന് വേണ്ടി പിടിച്ചു നിൽക്ക്. നിന്നോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത നിന്റെ തലമുറയുടെ മേൽ നീതിയായി വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് KJ തോമസ് അല്ല കേട്ടോ, ഈ രാത്രി ആത്മാവ് ആലോചന പറയുന്നു. അതരം തുറന്നു സ്തോത്രം പറയാൻ കൃപ ലഭിച്ച എത്ര പേര് ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാത്മാവിനോട് പറയാ, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം വായിക്കണ്ട, 25-ാം അധ്യായം
വായിക്കണം. അമസ്യാവ് എന്ന് പറയുന്ന യഹൂദയുടെ രാജാവ്, അദ്ദേഹത്തിന് 3 ലക്ഷം പടയാളികളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് തോന്നിപ്പോരാ, 3 ലക്ഷം പടയാളികൾ പോരാ, യുദ്ധം ചെയ്യാനായിട്ട് അദ്ദേഹം പോകുക. ആ സമയത്ത് ഇസ്രായേലിൽ നിന്ന് 1 ലക്ഷം പരാക്രമശാലികളെ 100 താലന്ത് വെള്ളി കൊടുത്ത് അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. അങ്ങനെ 3 1 4 ലക്ഷം ജനവുമായി പടയാളികളുമായി അദ്ദേഹം യുദ്ധത്തിന് പോകാൻ നേരത്ത് ദൈവം ഒരു പ്രവാചകനെ അമസ്യാവിൻ്റെ അടുക്കൽ അയച്ചു. എന്നിട്ട് അമസ്യാവിനോട് പറഞ്ഞു, അമസ്യാവേ, നീ ഇസ്രായേലിൽ നിന്ന് 100 താലന്ത് വെള്ളി കൊടുത്തു വാങ്ങിയ ആ 1 ലക്ഷം പരാക്രമശാലികളില്ലേ, അവരെ കൊണ്ട് നീ യുദ്ധത്തിന് പോകരുത്, നീ ജയിക്കുകയില്ല. എന്താ ജയിക്കുകയില്ലാത്തതിൻ്റെ കാരണം? അവരോടുകൂടെ യഹോവയില്ലാത്ത 1 ലക്ഷത്തെ കൂട്ടത്തിൽ നിർത്തുന്നതിനേക്കാൾ ദൈവം കൂടെയുള്ള ഒരുത്തനെ നിർത്താൻ ജയപരാജയം തീരുമാനിക്കുന്നത് പണമല്ല, കൂടെ നിൽക്കുന്നവരുടെ അംഗസംഖ്യ അല്ല, അവരുടെ ശക്തി പ്രകടനമല്ല. ജയപരാജയം തീരുമാനിക്കുന്നത് സർവശക്തന്റെ സാന്നിധ്യമാ. ഇന്ന് രാത്രി പെന്തക്കോസ്തുകാരോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, നമ്മുടെ നിലനിൽപ്പ് പണമല്ല, നമ്മുടെ നിലനിൽപ്പ് സംഘടനാ ശക്തിയല്ല, നമ്മുടെ നിലനിൽപ്പ് അംഗബലമല്ല, നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ നടുവിലുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ്. എത്ര പേർക്ക് ആധാരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി ആമേൻ പറയാൻ പറ്റും? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അമസ്യാവേ, നീ അവരുമായി പോകരുത്, ജയിക്കുകയല്ല, ദൈവം കൂടില്ല. അടുത്ത പദം വിശദീകരിക്കുന്നില്ല. ഉടനെ അമസ്യാവ് നമ്മൾ പറഞ്ഞല്ലോ, പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകന്മാർക്ക് അങ്ങനെ എന്തും പറയാം. സ്വതന്ത്രം പറ, പ്രവാചകന്മാർക്ക് അങ്ങനെ. പക്ഷെ ഞാൻ കൊടുത്തത് 100 താലന്ത് വെള്ളിയാ. ആ നഷ്ടം ഞാൻ എവിടുന്നും നികത്താനാ. പക്ഷെ തമ്പുരാൻ പറയുക, നിനക്കത് നഷ്ടമല്ല. ഞാൻ പറഞ്ഞത് നീ കേൾക്കാമെങ്കിൽ ഇതിലധികം നിനക്ക് തരാൻ. ഒന്ന് സ്വോത്രം ചെയ്ത് പറ, ഇതിലധികം നിനക്ക് തരാൻ യഹോവയ്ക്ക് കഴിയും. 100 താലന്ത് നീ വേണ്ടെന്ന് മനസ്സോടെ വെച്ചാൽ, ദൈവാലോചനയ്ക്ക് നീ വിധേയപ്പെട്ടാൽ, നീ ദൈവത്തെ സേവിച്ചാൽ നിനക്കത് നഷ്ടമല്ല. നിനക്ക് ഇതിലധികം തരാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് പറ്റും. ഇന്ന് രാത്രി സ്വോത്രം ചെയ്ത് പറ, എൻ്റെ ദൈവം തരുന്നത് എനിക്ക് മതി, എൻ്റെ ദൈവം തരുന്നത് എൻ്റെ തലമുറയ്ക്ക് മതി. ആധാരം തുറന്ന് സ്തോത്രം ചെയ്ത് പറയാൻ അകത്ത് നിയോഗമുള്ളവരുണ്ടെങ്കിൽ പോരാ, കരമടിച്ച് ആധാരം തുറന്ന് ശക്തിയോടെ ഈ രാത്രി ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പോരാ. ഈ കരമടി പോരാ, ഈ ആധാരത്തിൽ നിന്ന് സ്തോത്രം ഉയർന്ന പോരാ. ശബ്ദമുയർത്തി ആധാരം തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. സമയം മുന്നോട്ട് പോകുന്നല്ലോ. അപ്പൊ 12 കൊട്ട മിച്ചം. യോഹന്നാനൊരു കൊട്ട, യാക്കോബിനൊരു കൊട്ട, മത്തായിക്കൊരു കൊട്ട, നദനയാലിന് ഒരു കൊട്ട, എല്ലാവർക്കും ഒരു കൊട്ട. അതിൽ ഒരു കൊട്ട പത്രോസിനും കിട്ടി. ഒരു സ്വോത്രം എന്ന് പറ. പത്രോസേ, ഞാനും നീയുമായുള്ള ബന്ധത്തിൻ്റെ തെളിവ് ഞാൻ വാഴ്ത്തിയ, ഞാൻ മിച്ചം തന്ന ഒരു കൊട്ട അപ്പം കിട്ടിയതല്ല. ഒരു നല്ല ആമേൻ പറ. അപ്പമൊക്കെ ഞാൻ തന്നതാ. പക്ഷെ ഞാനും നീയുമായുള്ള ബന്ധത്തിൻ്റെ തെളിവുണ്ടല്ലോ. കൊട്ടക്കണക്കിന് കിട്ടിയ അപ്പം അല്ല, നീ എന്നിൽ നിന്ന് പ്രാപിക്കുന്ന കഴുകലിന് പകരമല്ല. കൊട്ടക്കണക്കിന് ഭൗതിക നന്മ ശുദ്ധീകരണത്തിന് പകരമല്ല, ഭൗതിക ഉയർച്ച എന്നു രാത്രി ഞാൻ വിളിച്ചു പറയുമ്പോ ആമേൻ പറയാൻ അകത്ത് കരുത്തുള്ള എത്ര അഭിഷക്തന്മാർ, എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാ. കഴുകലാണ് തമ്പുരാനുമായുള്ള ബന്ധത്തിന്റെ തെളിവെന്ന് കേട്ടപ്പോ പത്രോസ് പറയാ, എന്നാ പിന്നെ തമ്പുരാൻ എന്തിനാ കാല് മാത്രമാക്കുന്നു? എന്നാ പിന്നെ എന്തിനാ കാല് മാത്രമാക്കുന്നേ? തല തൊട്ടങ്ങ് തുടങ്ങിക്കും. വിശദീകരിക്കാൻ സമയമില്ല. കർത്താവ് പറഞ്ഞു, പത്രോസേ, കുളിച്ചിരിക്കുന്നവനെ കാലല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല. ശുദ്ധീകരണത്തിന് 2 ഘട്ടമുണ്ട്. ഇന്ന് രാത്രി പറയാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് 9 മണിക്ക് നിർത്തേണ്ടതുകൊണ്ട് ഞാനങ്ങ് പോകുന്നു. ശുദ്ധീകരണത്തിൻ്റെ 1ാമത്തെ ഘട്ടം മുഴുവനായി കഴുകപ്പെടുക. മുഴുവനായി കഴുകപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. കരം ഉയർത്തി ഒരു നല്ല സ്തോത്രം പറയാവോ? യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അതിനങ്ങനെ ഒരു കാര്യം പറയട്ടെ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, മുഴുവനായി ഞാൻ കഴുകപ്പെടുമ്പോൾ, ഞാൻ പാപങ്ങൾ ഏറ്റു പറഞ്ഞില്ല, പാപിയാണെന്ന് സമ്മതിച്ചതേ ഉള്ളൂ.
50-ാമത്തെ വയസ്സിലെ ഒരാൾ വിശ്വാസത്തിൽ വരുന്നെന്നിരിക്കട്ടെ, 17-ാമത്തെ വയസ്സിലെ ബോധപൂർവ്വം പാപം ചെയ്യാൻ തുടങ്ങിയെന്നിരിക്കട്ടെ, നീണ്ട 33 കൊല്ലത്തെ പാപങ്ങൾ എണ്ണി ദൈവത്തോട് ഏറ്റു പറയണ്ട. എണ്ണാൻ പോയാൽ പലതും മിസ്സായി പോകും. ഈയിടെ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഷർട്ടല്ല എവിടെ കൊണ്ട് മറന്നിട്ടേച്ച് വരിക, പലതും കാണാനില്ല. ഞാൻ ഓർത്തു നോക്കിയിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. യോഗത്തിന് പ്രസംഗിക്കാൻ പോകുന്നിടത്ത് നനഞ്ഞ ഷർട്ട് ഊരിയിട്ടിട്ട് അത് എടുത്തോണ്ട് പോകണമെന്ന് ഓർക്കാത്ത ഞാനാ, അല്ല നമ്മളാ. 33 കൊല്ലത്തെ കാര്യം ഓർത്തിരിക്കാൻ വന്നു അല്ലേ? നമ്മൾ അവിടെ എണ്ണി ഒന്നും പാപം ദൈവത്തോട് ഏറ്റു പറഞ്ഞല്ലോ. ഒറ്റ കാര്യം പറഞ്ഞതേ ഉള്ളൂ, ദൈവമേ ഞാനൊരു പാപിയാ, എന്നാൽ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എനിക്ക് പകരം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിറകണ്ണുകളോടും തുടിക്കുന്ന ഹൃദയത്തോടും വിറയ്ക്കുന്ന ചുണ്ടുകളോടും കൂടെ നാം ഏറ്റു പറയുമ്പോൾ സ്വർഗീയ കോടതി തൻ്റെ ഓമന പുത്രന്റെ ചിലവിൽ നമ്മുടെ 1000 പാപങ്ങൾ സൗജന്യമായി ക്ഷമിച്ചു തരുന്നു. അതാണ് ഒരിക്കലായി നടന്ന കഴുകൽ. അത് പ്രാപിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കളാണ് ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ഇരിക്കുന്നത്. അവരുടെ കര ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാ. അത് ഒരിക്കലായി നടന്ന കഴുകൽ. പാപം ഏറ്റു പറഞ്ഞില്ല, പാപിയാന്ന് സമ്മതിച്ചു. പക്ഷെ അവിടം കൊണ്ട് തീർന്നില്ല കഴുകൽ. 2ാം ഘട്ട കഴുകൽ അന്ന് തുടങ്ങി. എന്നുവരെ? കണ്ണടയുന്നിടം വരെ. ഒരു ആമേനെന്ന് പറയുന്നേ. ഈ 2ാം ഘട്ട കഴുകൽ നടക്കുന്നുണ്ടോ? 2ാം ഘട്ട കഴുകൽ പാപിയാണെന്ന് സമ്മതിക്കുന്നതല്ല, പാപം ഏറ്റു പറയുന്നതാണ്. തൻ്റെ അകൃത്യങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അടുത്തത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമ്മിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, ദൈവത്തെ അസത്യവാദിയാക്കുന്നു. അടുത്തത് നമ്മുടെ പാപങ്ങളെ അതരം തുറന്നു ഏറ്റുപറ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് ക്ഷമിപ്പാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാകുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ പറയാൻ ആദരത്തിൽ അഭിഷേകമുള്ളവരുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാ. നമ്മൾ പലരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, ബോധവതികളല്ല. ഞാൻ പാസ്റ്റർ ജെയിംസ് ജോർജ് അവരെ കുറിച്ച് എന്തെല്ലാം എഴുതി പിടിപ്പിക്കാവോ അതെല്ലാം എഴുതി പിടിപ്പിച്ച്, എന്തെല്ലാം പറഞ്ഞു വരുത്താവോ അതെല്ലാം പറഞ്ഞു വരുത്തി. സ്തോത്രം പറഞ്ഞേ. അവസാനം ഞായറാഴ്ച കർത്തൃമേശ നടത്താൻ നേരം നിങ്ങളെ എല്ലാവരെയും കൂടെ കാണിക്കാൻ കർത്തൃമേശ നടത്തി. വിശുദ്ധ ചുംബനം ചെയ്തതുകൊണ്ടൊന്നും സ്വർഗം ക്ഷമിച്ചിട്ടില്ല. നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായം കൊണ്ടൊന്നും ദൈവം പ്രസാദിച്ചെന്ന് ചിന്തിക്കരുത്. നീതിമാൻ പ്രയാസേന രക്ഷപ്പെടുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? ആത്മീക ജീവിതം സൂക്ഷിക്കേണ്ടതാണ്. അത് ശുദ്ധീകരണത്തിൻ്റെതാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കരമുയർത്തി ശക്തിയോടെ ഈ രാത്രി സ്തോത്രം പറയാൻ പോരാ, ഈ ശബ്ദം പോരാ. കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയോ. ഇന്ന് രാത്രി തിരിച്ചറിവുണ്ടാകാതെ പോകല്ലേ. എനിക്കതൊക്കെ നിന്നൊന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞോളാൻ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളെയും കൂടെ ഒന്ന് പരിഗണിക്കണമല്ലോ. എൻ്റെ സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോണോ? മനുഷ്യനോട് ഏറ്റു പറയേണ്ടത് ഏറ്റു പറഞ്ഞേ പറ്റൂ. ഒരു നല്ല ആമേനെന്ന് പറ. തിരുത്തേണ്ടത് തിരുത്തിയേ പറ്റൂ. ഏറ്റു പറയേണ്ടത് ഏറ്റു പറഞ്ഞേ പറ്റൂ. എൻ്റെ മനസ്സിൽ ഞാൻ മറക്കാത്തൊരു സംഭവം കൂടെ പറയാം. എന്തോ ദൈവാത്മാർ നിയോഗം കാനഡയിൽ ഞാനും പാസ്റ്റർ ജേക്കബ് മാത്യു അവർക്കും കൂടെ ആയിരുന്നു അവിടുത്തെ ഒരു കോൺഫറൻസിൽ പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞിട്ട് ആ ഞായറാഴ്ച സംയുക്ത സഭായോഗത്തിൽ സാക്ഷ്യം പറയാൻ വളരെ ചുരുക്കം ചിലർക്ക് അവസരമേ ഉള്ളൂ. അതിൽ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് 2 പേർക്ക് അവസരം വേണ്ടതുകൊണ്ട് സാക്ഷ്യം വെട്ടി ചുരുക്കി. അവസാനം 3 പേർക്ക് സാക്ഷ്യം. അതിൽ ഒരാൾ സാക്ഷ്യം പറയാൻ എണ്ണീറ്റ് നിന്നു. അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യൻ, മാന്യദേഹം. അദ്ദേഹം സാക്ഷ്യം പറയാൻ നേരത്ത് പറഞ്ഞു. 5 മിനിറ്റേ സാക്ഷ്യം പറഞ്ഞുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സൈലന്റ് ഡെത്തായ അറ്റാക്കിന് വിധേയപ്പെട്ട് ഭൂമിയിൽ നിന്നും മാറി. എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് മാറ്റപ്പെട്ടത് ഞാൻ കണ്ടു. സ്വർഗത്തിൽ ഞാനെത്തി, പക്ഷെ സ്വർഗത്തിൽ പ്രവേശിച്ചില്ല. അതിനു മുമ്പ് ഒരു വെളിച്ചം, ആ വെളിച്ചത്തിൽ നിന്നൊരു ശബ്ദം, നിനക്കിവിടെ പ്രവേശനമില്ല. നീ ഒത്തിരി പേരോട് വൈരാഗ്യവുമായി നടക്കുന്നു. നീ ധാരാളം പേരോട് ക്ഷമിക്കാനുണ്ട്. നിന്നെ എനിക്കിവിടെ പ്രവേശിപ്പിക്കാൻ സാധ്യമല്ല.
അദ്ദേഹം പറഞ്ഞു, വാവിട്ട് നിലവിളിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്തൊരു പ്രത്യേക അനുഭവം. പെട്ടെന്ന് ആ വെളിച്ചത്തിൽ നിന്നൊരു ശബ്ദം, ഞാൻ നിനക്ക് ഒരവസരം കൂടെ തരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ശബ്ദം കേൾക്കുകയും ഞാൻ കണ്ണു തുറന്നു, എൻ്റെ ശരീരത്തിൽ ജീവൻ തിരികെ വന്നു. ഞാൻ അതിനുശേഷം ആദ്യം ചെയ്തത് ക്ഷമിക്കാനുള്ളവരോടെല്ലാം ക്ഷമിച്ചു, നിരപ്പ് പ്രാപിക്കാനുള്ളവരോടെല്ലാം നിരപ്പ് പ്രാപിച്ചു, ക്ഷമ ചോദിക്കാനുള്ളവരോടെല്ലാം ക്ഷമ ചോദിച്ചു. ഇന്ന് ഞാൻ മരിച്ചാൽ നിത്യതയിലെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ആ പ്രസംഗത്തിന് എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, ഇതും ഒരു ഉപാധിയാക്കരുത്. മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ല? ഇതൊരു ഉപാധിയാക്കരുതെന്ന് പറഞ്ഞ, ഇവിടെ ഇങ്ങനൊക്കെ ജീവിച്ച് ഇങ്ങേര് മരിച്ചതുപോലെ മരിച്ച് അവിടെ ചെല്ലുമ്പോൾ നീ ഇവക്ക് ഒരവസരം കൂടെ നിനക്ക് തരുന്നെന്നും പറഞ്ഞ് തമ്പുരാൻ എന്നെ തിരിച്ചിങ്ങോട്ട് വിട്ടട്ടെ, ഞാൻ ക്ഷമിക്കാം, സഹിക്കാം, ജീവിക്കാമെന്നും പറഞ്ഞ് ഇതും ഒരു ഉപാധിയാക്കരുത്. ഇതെന്തോ ഒരു അസാധാരണ ദൈവകരുണ. പക്ഷെ എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. ദൈവത്തിൻ്റെ കരുണയാ സഹോദരങ്ങളെ. നമ്മുടെ ചിന്ത മുങ്ങിയാൽ പൊങ്ങിയാൽ അന്യഭാഷ പറഞ്ഞാൽ നിത്യതയിലെത്തുമെന്നല്ലേ? പക്ഷെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുക, ചതിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു നിത്യതയുണ്ട്. അതെങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചാൽ കിട്ടുന്നതല്ല. ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ, നിൽക്കേണ്ടതുപോലെ നിന്നാൽ നമുക്ക് കരഗതമാക്കാൻ പറ്റുന്നതാണ് നിത്യത. എൻ്റെ നിത്യതയേക്കാൾ വലുതല്ല എനിക്ക് ഇവിടെ ഒന്നുമെന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പറയാൻ കൃപ ലഭിച്ച എത്ര പേർ ഈ രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. പോരാ, കരം ഉയർത്തി ശക്തിയോടെ ഈ രാത്രി ദൈവത്തിന് സ്തോത്രം പറയാം.